കൃത്യം, വ്യക്തം. അഭിമാന ദൗത്യം ഔദ്യോഗികമായി രാജ്യത്തെ അറിയിച്ചവർ. പാകിസ്ഥാനെതിരായ സൈനിക നടപടി വിശദീകരിക്കാൻ ഇതാദ്യമായി രാജ്യം നിയോഗിച്ച 2 വനിതാ ഉദ്യോഗസ്ഥർ. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക് സിംഗ്. ഇവർ ആരാണ്? സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിലെത്തിച്ചത്. ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ ഖുറേഷി. 2016 എക്സർസൈസ് ഫോഴ്സ് 18 എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും ഇവരായിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു അത്. ഇന്ത്യൻ ആർമിയിലായിരുന്ന മുത്തച്ഛന്റെ പാത പിൻപറ്റിയാണ് സോഫിയ ഖുറേഷിയും സൈന്യത്തിലേക്ക് എത്തുന്നത്. ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിയാണ്. 2006 UN സമാധാന ദൗത്യസംഘത്തിന്റെ ഭാഗമായി സോഫിയ പ്രവർത്തിച്ചു. പിന്നീട് 2016 ആസിയാൻ പ്ലസ് സൈനികാഭ്യാസത്തിൽ ഇന്ത്യയെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തോട് വിശദീകരിച്ചതും ഇന്ത്യൻ സേനയുടെ ഈ പെൺകരുത്തു തന്നെ. വ്യോമിക എന്നാൽ ആകാശത്തിന്റെ പുത്രി എന്നർത്ഥം. പേരന്വർത്ഥമാക്കും വിധം വിജയം കൈവരിച്ചിരിക്കുകയാണ് വിംഗ് കമാൻഡർ വ്യോമിക് സിംഗ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നിയ ഒരാഗ്രഹമാണ്. അതിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക് സിംഗിന്റെ യാത്ര ആരംഭിച്ചത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് വ്യോമിക. 2019 ഡിസംബറിൽ ഫ്ലൈയിംഗ് വിഭാഗത്തിൽ സ്ഥിര നിയമനം ലഭിച്ച വ്യോമികയ്ക്ക് അതിദുർഘട പാതയിൽ ഉൾപ്പെടെ വിമാനം പറത്തിയ അനുഭവ സമ്പത്തും ഏറെയുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മണിറങ് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൗണ്ടനറിംഗ് ടീമിന്റെ ഭാഗമായിരുന്നു വ്യോമിക. 2020 അരുണാചൽ പ്രദേശിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ മികവും തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയുടെ പെൺകരുത്ത്. ഭീകരർ ബാക്കിവെച്ച സ്ത്രീകൾക്ക് വേണ്ടി മറുപടി പറഞ്ഞതാകട്ടെ സ്ത്രീകൾ തന്നെ. ഇതിലും വലിയൊരുത്തരം രാജ്യത്തിന് നൽകാനില്ല.